നമസ്കാരം. ആണവ കരാറിന് തയ്യാറല്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ അപലപിച്ച് റഷ്യ. അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ മഹാദുരന്തമാകുമെന്നും മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി. ആണവ പദ്ധതി സംബന്ധിച്ച് കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്നും ഇരട്ട തീരുവ ഏർപ്പെടുത്തുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. NBC ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞയാഴ്ച അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിരസിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അത്. 4 വർഷം മുമ്പ് ചെയ്തതുപോലെ അവർക്ക് മേൽ ഇരട്ട നികുതി ചുമത്തുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 2015 കരാറിൽ നിന്ന് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് അയച്ച കത്തിന് ഒമാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയത്. സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ തള്ളുകയും ചെയ്തു. ഇറാനുമായി ബന്ധം ശക്തമാക്കിയ റഷ്യ ട്രംപിന്റെ ഭീഷണിയെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ഭീഷണിയും അന്ത്യശാസനവും ഒക്കെ കേൾക്കുന്നുണ്ട്. അത്തരം മാർഗങ്ങൾ അനുചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നു. അവയെ ഞങ്ങൾ അപലപിക്കുന്നു. ഇറാന്റെ മേൽ തങ്ങളുടെ താല്പര്യം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമായാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നതെന്ന് റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സെർഗെ റയാബക്കോവ് റഷ്യൻ ജേണലായ ഇന്റർനാഷണൽ അഫയേഴ്സിനോട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ട്രംപിനും പുടിനും തമ്മിൽ സമീപകാലത്ത് സൗഹൃദം പുതുക്കിയെങ്കിലും റഷ്യയുടെ പുതിയ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരുന്നതിന്റെ സൂചനയാണ്. മേഖലയിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US ബോംബാക്രമണം നടത്തുന്നത് ദുരന്ത തുല്യമായിരിക്കും. ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ ഇറാനുമായുള്ള US ബന്ധം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും റഷ്യ വിലയിരുത്തുന്നു. ഇനിയും സമയമുണ്ട്. ട്രെയിൻ സ്റ്റേഷൻ വിട്ടിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ യുക്തമായ ധാരണയിലെത്താനുള്ള പരിശ്രമം ഇരട്ടിയാക്കേണ്ടിയിരിക്കുന്നു. റഷ്യ ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും റൈബക്കോവ് പറഞ്ഞു. അതേസമയം അമേരിക്കയോ സഖ്യകക്ഷികളോ ആക്രമിച്ചാൽ പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ സ്വന്തമാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നായിരുന്നു ഇറാൻ നേരത്തെ പ്രതികരിച്ചിരുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവാണ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി രംഗത്ത് വന്നത്. ടെഹ്റാൻ വാഷിംഗ്ടണുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണവും കൂടുതൽ തീരുവകളും ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. ഇതിനാണ് മറുപടിയുമായി ഇറാൻ രംഗത്ത് വന്നത്. ട്രംപിന്റെ അശ്രദ്ധയും യുദ്ധ സ്വഭാവമുള്ള പരാമർശങ്ങൾക്കെതിരെ തിങ്കളാഴ്ച ഇറാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ പരാതിപ്പെട്ടു. ഞങ്ങൾ ആണവായുധങ്ങളിലേക്ക് നീങ്ങുന്നില്ല. പക്ഷേ ഇറാനിയൻ ആണവ വിഷയത്തിൽ US എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാൻ അതിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാനി പറഞ്ഞു. ഇറാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മറ്റു മാർഗമില്ലെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ US സ്വയമേവയോ അല്ലെങ്കിൽ ഇസ്രായേൽ വഴിയോ ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇറാനെ വ്യത്യസ്തമായ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ അമീർ സയ്യിദ് ഇറവാനി UN സുരക്ഷാ കൗൺസിലിന് കത്തയച്ചു. അമേരിക്കയുടെയോ ഇസ്രായേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരു ആക്രമണത്തിനെതിരെയും ഇറാൻ പ്രതികരിക്കുമെന്നും അദ്ദേഹം എഴുതി. അവർ ദുഷ്ടത കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമെന്ന് റമദാൻ ആഘോഷ പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ ട്രംപിന്റെ ഭീഷണിയോട് ആയത്തുള്ള ഖമേനിയും പ്രതികരിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമിറാലി ഹാജിസാദെ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടി. ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കയ്ക്ക് കുറഞ്ഞത് 10 താവളങ്ങളെങ്കിലും ഉണ്ട്. 50,000 സൈനികരുമുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഒരു ഗ്ലാസ് മുറിയിലിരിക്കുന്ന ഒരാൾ ആരെയും കല്ലെറിയരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.